മഹാരാഷ്ട്രയുടെ അടുത്ത മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ. ബി.ജെ.പി. നിയമസഭാ കക്ഷിയോഗത്തിൽ അംഗീകാരം ലഭിച്ചതിനു പിന്നാലെയായിരുന്നു പ്രഖ്യാപനം. ഏകകണ്ഠമായാണ് തീരുമാനമെടുത്തത്. നിയമസഭയിൽ ബി.ജെ.പിയുടെ ചീഫ് വിപ്പായി ആശിഷ് ഷേലർ ചുമതല വഹിക്കും. ഫട്നാവിസിന്റെ വസതിക്ക് പുറത്ത് ബി.ജെ.പി. പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. നാളെയാണ് ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള മഹായുതി സർക്കാർ അധികാരത്തിൽ കയറുന്നത്. വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ ആസാദ് മൈതാനത്ത് പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസിനെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന ചടങ്ങ് മാത്രമാണ് ഇനി ശേഷിക്കുന്നതെന്നും പാർട്ടി ഈ കാര്യത്തിൽ തീരുമാനം എടുത്തു കഴിഞ്ഞെന്നുമാണ് സംസ്ഥാനത്ത് നിന്നുള്ള മുതിർന്ന ബി.ജെ.പി. നേതാക്കളെ ഉദ്ധരിച്ച ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഡിസംബർ 5-ന് മുംബൈയിലെ ആസാദ് മൈതാനിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മറ്റ് നേതാക്കളുടെയും സാന്നിധ്യത്തിൽ പുതിയ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി., ശിവസേന, എൻ.സി.പി. എന്നിവർ അടങ്ങുന്ന സഖ്യം വ്യക്തമായ ഭൂരിപക്ഷം നേടിയെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി തർക്കം ഉടലെടുത്തതിനെ തുടർന്ന് സർക്കാർ രൂപീകരണം വൈകുകയായിരുന്നു. നിലവിലെ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയ്ക്ക് വീണ്ടും അവസരം നൽകണമെന്ന ആവശ്യവുമായി ശിവസേന രംഗത്തെത്തിയതാണ് പ്രതിസന്ധിക്ക് ഇടയാക്കിയത്. ഒടുവിൽ കേന്ദ്ര നേതൃത്വം ഇടപെട്ട ശിവസേനയെ അനുനയിപ്പിച്ചതിനു പിന്നാലെയാണ് ബി.ജെ.പി. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിലേക്ക് കടന്നത്. ബി.ജെ.പിക്ക് മുഖ്യമന്ത്രി പദം ലഭിക്കുമ്പോൾ ശിവസേനയിൽ നിന്നും എൻ.സി.പിയിൽ നിന്നും ഓരോ ഉപമുഖ്യമന്ത്രിമാരുണ്ടാകും. എൻ.സി.പിയിൽ നിന്നും അജിത് പവാർ ആയിരിക്കും മുഖ്യമന്ത്രി എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. എന്നാൽ ശിവസേന ഇതുവരെ തീരുമാനം പുറത്തുവിട്ടിട്ടില്ല. 287 നിയമസഭാ സീറ്റുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ 230ലും വിജയിക്കാൻ സഖ്യത്തിന് സാധിച്ചിരുന്നു. ബി.ജെ.പി. 132 സീറ്റ് സ്വന്തമാക്കിയപ്പോൾ ശിവസേന 57 സീറ്റും എൻ.സി.പി. 41 സീറ്റും നേടി. അതേസമയം 61 ഫോർമുലയുടെ അടിസ്ഥാനത്തിലായിരിക്കും സർക്കാർ രൂപീകരണമെന്ന സൂചനകളും വരുന്നുണ്ട്. അതായത് ഓരോ പാർട്ടിക്ക് ഓരോ 6 MLA-മാർക്കും ഒരു മന്ത്രി എന്ന രീതിയിൽ വീതം വെപ്പുണ്ടാകും. ഈ ഫോർമുല പ്രകാരം ബി.ജെ.പിക്ക് 120 മുതൽ 22 വരെ മന്ത്രി പദവികൾ ലഭിക്കാം. ഏക്നാഥ് ഷിൻഡെയുടെ പാർട്ടിക്ക് 12 സ്ഥാനങ്ങളും എൻ.സി.പിയിലെ അജിത് പവാർ വിഭാഗത്തിന് 9 മുതൽ 10 വരെ മന്ത്രിസ്ഥാനങ്ങളുമായിരിക്കും ലഭിക്കുക. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ മഹാവിജയമാണ് മഹായുതി നേടിയത്. ഇതിന് ചുക്കാൻ പിടിച്ചത് ദേവേന്ദ്ര ഫട്നാവിസ് എന്ന 54-കാരനാണ്. ശക്തമായ നേതൃത്വത്തിനും കാര്യക്ഷമമായ ഭരണത്തിനും പേരുകേട്ട ഫട്നാവിസ് ഏക്നാഥ് ഷിൻഡെ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രി പദമാണ് വഹിച്ചത്. 2014 മുതൽ 2019 വരെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ബി.ജെ.പി. വാർഡ് പ്രസിഡന്റായാണ് അദ്ദേഹം പൊതുജീവിതം ആരംഭിച്ചത്. പിന്നീട് യുവമോർച്ചയുടെ നാഗ്പൂർ ജില്ലാ പ്രസിഡന്റായി. 1997-ൽ 27-ാം വയസ്സിൽ ഫട്നാവിസ് നാഗ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ 2ാമത്തെ മേയർ എന്ന ബഹുമതിയും അദ്ദേഹത്തിനുണ്ട്. 1999 മുതൽ നിയമസഭയിൽ നാഗ്പൂരിനെ പ്രതിനിധീകരിക്കുകയാണ് ഫട്നാവിസ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.